സൈഫം നേരത്തെ സനൂപ് പറയുകയായിരുന്നു, ഒരു മനോഹരമായ കൂറ്റൻ വേദി അവിടെ ഒരുക്കിയിട്ടുണ്ട്. ശരിയാണ്, ആ വേദി കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. പക്ഷേ ആ വേദി കാണുമ്പോൾ ഉള്ളിൽ മറ്റൊരു തരത്തിലുള്ള ആശങ്കയുമുണ്ട്. കാരണം വലിയ രാഷ്ട്രീയ വിവാദം കൂടി ഇതിനോടൊപ്പം ഉണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള വലിയ തർക്കം സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവിന് നേരിട്ട് ക്ഷണമില്ല. അതിന് CPM-നും സർക്കാരിനും അതിൻ്റെതായ വിശദീകരണങ്ങൾ നൽകാനുണ്ട്. അപ്പോൾ ആ വിശദീകരണത്തിൽ അത്ര തൃപ്തിയില്ല പ്രതിപക്ഷത്തിന്. അപ്പോൾ ഇന്നത്തെ ഈ ചടങ്ങിനെ മൊത്തത്തിൽ കോൺഗ്രസും പ്രതിപക്ഷവും എങ്ങനെ നോക്കിക്കാണുന്നു? കോൺഗ്രസ് വിവിധ മണ്ഡലങ്ങളിൽ, വിവിധ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ പ്രത്യേക തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ നടക്കാനുള്ള സാധ്യതയാണുള്ളത്? മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ ഈ ദിവസം എങ്ങനെയായിരിക്കും കത്തിയാളുക? സൈഫുദ്ദീൻ, ഞാനിപ്പോൾ ഉള്ളത് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ആ കപ്പലിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഒന്ന് കാണാം. നമ്മൾ കപ്പലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. സനൂപ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കൂറ്റൻ കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തുന്നു. കേരളത്തിന്റെ വികസന നാഴികക്കല്ലിൽ ഒരു പുത്തൻ അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ അതിവിടെ എത്തിയിരിക്കുന്നത്. 1930 കണ്ടെയ്നറുകളുണ്ട്. അത് ഓരോന്നും രാവിലെ മുതൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് രാത്രിയോടുകൂടി പൂർത്തിയായി. ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇത് ഇവിടെ നിന്ന് വിഴിഞ്ഞത്ത് നിന്ന് പോവുകയും ചെയ്യും. എന്തായാലും ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉദ്ഘാടനം നടക്കുന്ന പ്രധാനപ്പെട്ട വേദിക്ക് സമീപമാണ്. അവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പ്രവേശനമുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ 9 കൂടി ഇവിടെ എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ വിവാദത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് ആരുടേതാണ് വിഴിഞ്ഞം പോർട്ട്, അതിന്റെ പിതൃത്വമാർക്ക്, അതിന്റെ ആരുടെ കുഞ്ഞ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ രണ്ട് തരത്തിലുള്ള അവകാശവാദം എന്തായാലും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയാണ് അതിനകത്ത് ഇതിന്റെ കരാർ 2015 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഒപ്പിടുന്നത്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് 1991 ഇതിന്റെ ചർച്ച ആരംഭിക്കുന്നു. വിവിധ ഘട്ടങ്ങളിൽ, അത് പല ഘട്ടങ്ങളിലായിട്ട് പലതരത്തിലുള്ള ചർച്ച, വിഴിഞ്ഞത്ത് തുറമുഖം വേണം എന്നുള്ള ചർച്ച ഉയർന്നു വന്നെങ്കിലും പല ഘട്ടങ്ങളിലും അത് തടസ്സപ്പെട്ടു പോവുകയായിരുന്നു. പിന്നീട് ഉമ്മൻചാണ്ടി തന്നെ മുൻകൈയെടുത്ത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ അദാനിയുമായി ചർച്ച നടത്തി വിവിധ തലത്തിലുള്ള ചർച്ചകൾക്കൊടുവിലാണ് കരാറിൽ ഒപ്പിടുന്നത്. അന്ന് പ്രതിപക്ഷത്തിരുന്ന LDF, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF, അന്ന് വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇതിൽ വലിയ രീതിയിലുള്ള അഴിമതിയുണ്ട്, 6000 കോടി രൂപയുടെ ഭൂമി കുംഭകോണമാണ് നടക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ സർക്കാർ അധികാരത്തിൽ വന്ന്, LDF സർക്കാർ അധികാരത്തിൽ വന്ന് പിന്നീട് ആ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ ആ കരാർ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. പിന്നീട് വന്ന രണ്ട് സർക്കാർ, ആദ്യ പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാരും ഈ വിഴിഞ്ഞം പോർട്ട് അത് ഈ നിലയിലെത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ല. 1000 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അതിനിടയിൽ ഓഖി വരുന്നു. ഓഖി വന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നൊരവസ്ഥ ഉണ്ടായി. കോവിഡ് വന്ന് ഏതാണ്ട് 2-2.5 വർഷക്കാലം ഒരു പ്രവർത്തനവും നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. പാറയുടെ ക്ഷാമം ഉണ്ടായി. പാറ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയാത്ത തരത്തിൽ വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിയാണ് പാറ ഇവിടെ എത്തിച്ചത്. അങ്ങനെ രണ്ടുപേർക്ക് ഒരേപോലെ അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് വിഴിഞ്ഞം സാധ്യമാകുമ്പോൾ, അല്ലെങ്കിൽ അത് പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ രണ്ട് മുന്നണികൾക്ക്, UDF-നും LDF-നും ഒരേപോലെ അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് അത് നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നത്. ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ല. അതിന് സംസ്ഥാന സർക്കാരും CPM-ഉം നേരത്തെ സൂചിപ്പിച്ച പോലെ പലതരത്തിലുള്ള ന്യായങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല. ട്രയൽ റൺ മാത്രമാണ്, ഉദ്ഘാടനത്തിന് എല്ലാവരും ക്ഷണിക്കുമെന്ന വാദമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. UDF-നെ പ്രതിനിധീകരിച്ച് കോവളം MLA ഈ വിഴിഞ്ഞം പോർട്ട് നിൽക്കുന്ന സ്ഥലത്തെ MLA ആയ M. വിൻസെന്റ് ആണ് പങ്കെടുക്കുന്നത്. അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കും എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ഇന്നലെ നിയമസഭയിൽ വെച്ച് കണ്ടപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹവും പറഞ്ഞിരുന്നു. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ കുറവില്ല. അത് ഉമ്മൻചാണ്ടിയുടേതാണ് ഈ പദ്ധതി എന്ന് UDF പറയുമ്പോൾ അത് പിണറായി വിജയൻ സർക്കാരാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് അത് ഈ ഘട്ടം വരെ എത്തിച്ചത് എന്ന് LDF-ഉം അവകാശപ്പെടുന്നു. അങ്ങനെ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് ഒരു കുറവില്ലെങ്കിലും കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഒരു അഭിമാന നിമിഷം തന്നെയാണ് അത്. ഈ കപ്പൽ അത് കേരളത്തിലെ വിഴിഞ്ഞം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇത്രയും വലിയ ഒരു കപ്പൽ എത്തിച്ചേരുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് അതിന്റെ വികസന നാഴികക്കല്ലിൽ എഴുതി ചേർക്കാൻ കഴിയുന്ന ദിവസമായി ഈ ദിവസം മാറുകയാണ്. സൈഫുദ്ദീൻ, ശരിയാണ്. കേരളത്തിന്റെ വികസന കുതിപ്പിൽ നിർണായകമാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. ചരിത്രം കുറിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. അങ്ങനെ ഒരു അധ്യായത്തിന് ഇന്ന് തിരിതെളിയുകയാണ് തിരുവനന്തപുരത്ത്. ഇന്നാണ് ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അതേസമയം വലിയ രാഷ്ട്രീയ വിവാദവും അതിനോടൊപ്പമുണ്ട്. പ്രതിപക്ഷത്തിന് ക്ഷണമില്ല. സൈഫ് സൈനുലാബ്ദീനും RB സനൂപുമാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.